ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നാം. ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇഞ്ചോടിഞ്ച് പോരടിച്ച് മത്സരിക്കുമ്പോൾ ഒരു കാര്യം നാം എല്ലാവരും ശ്രദ്ധിച്ചു കാണും: സ്ഥാനാർത്ഥികളുടെ മോഹന വാഗ്ദാനങ്ങൾ. എല്ലാവരും കൊടുക്കുന്ന ഉറപ്പിങ്ങനെയാണ്: ഒപ്പമുണ്ട് എപ്പോഴും. പല രാഷ്ട്രീയ പാർട്ടികളും ഈ പറച്ചിലുകൾ ഫ്ലെക്സ് അടിച്ച് പ്രദർശിപ്പിക്കുന്നു, പരസ്യങ്ങളായി കാണിക്കുന്നു. ഈ പറച്ചിലിന് അത്ര ഗ്യാരണ്ടി ഒന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വോട്ടിംഗ് ദിനം വരെ കാണാൻ സാധ്യതയുള്ളൂ. അത് കഴിഞ്ഞാൽ അവരും നമ്മളുമൊക്കെ അതങ്ങ് മറക്കും. മാത്രമല്ല, അമേരിക്കയുടെ ആക്രമണത്തോടെ അമേരിക്ക ഇറാൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് ഇനി ആരൊക്കെ ആരോടുകൂടെ എത്ര നാൾ ഒപ്പമുണ്ടായിരിക്കുമെന്നൊന്നും ആർക്കും പറയാനും പറ്റില്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നിത്യം നിലനിൽക്കുന്ന ഗ്യാരണ്ടിയുമായിട്ടാണ് ഉദ്ധിതനായി ഇന്നും ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈശോ തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നു: ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മനുഷ്യ മക്കളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നമ്മോടുള്ള അതിരറ്റ സ്നേഹത്താൽ മാത്രമാണ് ഈശോ ഇത് പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് നടന്ന ഈശോയുടെ അറസ്റ്റിനു ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് വരുന്നത് ഗലീലിയിലാണ്. ഉദ്ധാനത്തിനു ശേഷം ഈശോ മഗ്ദലേന മറിയത്തെ കണ്ടപ്പോൾ അവളോട് പറഞ്ഞത് ശിഷ്യന്മാരോട് ഗലീലയിൽ ഒരുമിച്ച് കൂടാൻ പറയുക എന്നാണ്. തൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് ഗലീലയിൽ ഒരുമിച്ച് കൂടാൻ ഈശോ നിർദ്ദേശിച്ചപ്പോൾ വന്നത് 11 ശിഷ്യന്മാരായിരുന്നു. അവർ ഗലീലയിൽ ഒരുമിച്ച് കൂടി. എന്തുകൊണ്ട് ഗലീലി? എന്തുകൊണ്ട് താൻ മലയിലെ പ്രസംഗം നടത്തിയ മല ഈശോ തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് രൂപാന്തരീകരണം നടന്ന താബോർ മല ഈശോ തെരഞ്ഞെടുത്തില്ല? എന്തുകൊണ്ട് ഗലീലി അവിടുന്ന് തെരഞ്ഞെടുത്തു? ഈശോ ജെറുസലേം പട്ടണത്തിന്റെ നിഴലിലാണ് ജനിച്ചതെങ്കിലും വളർന്നത് ഗലീലിയിലായിരുന്നു. ഗലീലി വിജാതീയരുടെ ഗലീലി എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഈശോയുടെ പരസ്യ ജീവിതത്തെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്നത് ഗലീലിയിൽ വെച്ചാണ്. ഉദ്ധാനത്തിനു ശേഷവും തൻ്റെ ദൗത്യം ശിഷ്യർക്ക് കൊടുക്കുവാൻ ഈശോ തെരഞ്ഞെടുത്തതും ഗലീലി തന്നെയായിരുന്നു. ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന സ്ഥലമായിരുന്നു ഗലീലി. ദൈവവചനം പറയുന്നത് ഈശോ അവരുടെ അടുത്തേക്ക് വന്നു എന്നാണ്. ഉദ്ധാനത്തിനു ശേഷം ഈശോ മനുഷ്യരുടെ അടുത്തേക്ക് വരികയാണ്. ഉദ്ധിതനായി ഇന്നും ജീവിക്കുന്ന ഈശോ നമ്മളോടൊത്ത് വസിക്കുകയാണ്. തൻ്റെ പരസ്യജീവിത കാലത്ത് ഈശോയുടെ അടുത്തേക്ക് ജനം കടന്നു വരികയായിരുന്നു. വചനം ശ്രവിക്കാൻ ആഗ്രഹിച്ചവർ, സുഖപ്പെടുവാൻ ആഗ്രഹിച്ചവർ, യേശു ആരെന്നറിയുവാൻ ആഗ്രഹിച്ചവർ, പാപികൾ എല്ലാവരും ഈശോയെ തേടി അവിടുത്തെ അടുക്കലേക്ക് എത്തുകയാണ്. എന്നാൽ ഉദ്ധാനത്തിനു ശേഷം ഈശോ നമ്മളോടൊത്ത് വസിക്കാൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൈലൈറ്റ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ഈശോ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ ഈശോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കുകയും ചെയ്യുവിൻ എന്ന് ശിഷ്യന്മാരോട് കമാൻഡ് ചെയ്ത ഈശോ ഇന്ന് ആ ദൗത്യം നിറവേറ്റുന്നത് അവിടുത്തെ പുരോഹിതരിലൂടെയാണ്. ഈശോയുടെ പുരോഹിത ഗണത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ പലർക്കും ഈശോ ക്ഷണം നൽകുന്നുമുണ്ട്. ഈ ക്ഷണത്തിന് ഉചിതമായ മറുപടി നാം കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഇടവകകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും ദൈവവിളികൾ നാം പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ദൈവവിളി സ്വീകരിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി നാം പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് എപ്രകാരമാണെന്ന് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്ന വചനം ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് ദൈവം രക്ഷാകര പദ്ധതി നെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ സൂക്ഷിക്കേണ്ട, നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും മുഴങ്ങേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു ക്രിസ്തുവചനമാണിത്.
മകനെ, മകളെ, ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഈശോ വചനത്തിലൂടെ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്. ഇന്നത്തെ പഴയ നിയമ വായനയിൽ ദൈവം ജോഷുവായ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ദൈവം നൽകുന്ന ഈ ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാം. അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് എന്നെയും ചേർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.